ഒന്ന് ഇപ്പുറത്ത് വരുമോ? എന്റെ ബാക്ക് ഒന്ന് ചൊറിഞ്ഞു. അയ്യടാ എവിടെ വടിയോടാ? അത് പെട്ടിക്കകത്തായി പൂർണ്ണ ചൊറിഞ്ഞു. അതാ എക്സിബിഷനിലേക്ക് നമ്മൾ ബാലി ഡ്രസ്സസ് കുറെ വാങ്ങിയത് ഈ മാർക്കറ്റിൽ നിന്ന്. അത് ഈ മാർക്കറ്റ്? ഈ മാർക്കറ്റ് അത്. ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. 4 ദിവസം ഞങ്ങളിപ്പോൾ ഉബുദിലുണ്ടായിരുന്നു. ദിവസങ്ങൾ പോയ സ്പീഡേ അറിയുന്നില്ല. സച്ച് എൻ എൻജോയബിൾ പ്ലേസ്. നിങ്ങൾ എന്തായാലും ബാലി വന്നു കഴിഞ്ഞാൽ സാധാരണ ഒരു ഫസ്റ്റ് ടൈം ടൂറിസ്റ്റ് എക്സ്പീരിയൻസ് ആൾക്കാർക്ക് കുറേ ഐലൻഡ്സും കുറേ ന്യൂസപ്പെരീന, ഗിലി ഐലൻഡ്സ് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ. പക്ഷെ ഫസ്റ്റ് ടൈം ട്രാവലേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഒരു മിനിമം ഒരു 5 days എങ്കിലും ബാലിയിലുണ്ടെങ്കിൽ വരുന്ന ദിവസം ഉൾപ്പെടെ ഒരു 2 nights, സോ ടോട്ടൽ 3 nights എയർപോർട്ടിൽ നേരെ ഉബുദ് ഏരിയ വന്ന് താമസിക്കുക. ഈ ഉബുദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ടെമ്പിൾസും വാട്ടർഫാൾസും കുറേ ഒരു എന്താ പറയുക യോഗ, മെഡിറ്റേറ്റീവ്, റിലാക്സിങ്, അങ്ങനത്തെ സ്പാസ്, അങ്ങനത്തെയൊക്കെ നല്ല ക്ലാസി സ്ഥലങ്ങളുള്ളതാണ് ഉബുദ്. ഇവിടെയാണ് ഈ ആർട്ടും അങ്ങനത്തെയൊക്കെ ഉള്ളത്. സോ ഇവിടെ ഒരു 3 nights നിന്നിട്ട് പിന്നെ ഒരു പറ്റുമെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു 3 nights ഇപ്പം ഞങ്ങൾ പോകുന്ന ഏരിയ നിൽക്കുക. അത് കുറച്ചും കൂടെ ബീച്ച്, ഹാപ്പനിങ്, തിരക്ക്, വൈബ് അങ്ങനത്തെ സ്ഥലമാണ്. ഇപ്പം ഞങ്ങൾ പോകുന്നത് സെമിനിയാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. സോ സെമിനിയാക്കിൻ്റെ ഒരു വൈബ് ആയിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ഒരു അടിപൊളി ഹോട്ടലിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. മോർണിംഗ് എങ്ങനെ മാച്ചിങ്. ഇന്ന് നമ്മൾ പോകുന്നത് ബീച്ച് സൈഡിലാന്ന് ഞാൻ പറഞ്ഞോളൂ. കറക്റ്റായിട്ട് ബ്ലൂ ഡ്രസ്സ് ഇട്ടു. നന്നായിട്ടുണ്ട് കേട്ടാ. പക്ക ബീച്ച് വൈബ്സ് ആണ് കിട്ടുന്നത്. പക്ഷേ ഇവിടെ ആൾക്കാർ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരു കാര്യം, ഉബുദിൽ നിന്ന് ഫുൾ ബാലി കറങ്ങാം. നമ്മൾ സാധാരണ ഒരു ഹോട്ടൽ ബേസ് ആക്കി എടുക്കുമല്ലേ, നടക്കില്ല. ഇവിടെ നിന്ന് ഇപ്പം നമ്മൾ പോകുന്നത് 30 kilometers ഉള്ളൂ. 2 hours അടുത്തെടുക്കും കാറിൽ. എന്ന് പറഞ്ഞാൽ ഇമാജിൻ കൊച്ചി ടു ആലു വരെ പോകാൻ 2 മണിക്കൂർ. അത്രയും ബ്ലോക്കാണ്. അതാണ് നമ്മൾ ഹോട്ടൽസ് മാറിയ ബാലി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം കാറിലേക്ക് വാങ്ങാനായിട്ട് കഴിക്കാൻ കുറച്ച് സ്നാക്സ് വാങ്ങാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലല്ലോ, ബാക്കി ലഞ്ച് ഹോട്ടലിൽ തന്നെ കഴിക്കാം. അപ്പോൾ 2 hours ആയിരിക്കും. ഓക്കെ, നല്ല രസമുണ്ട്. കുറച്ച് ചുളുങ്ങിയിരിക്കുന്നുണ്ട്, തേക്കാനൊന്നും സമയം കിട്ടിയില്ല. വെരി നൈസ്. ഇവിടെ 7-Eleven പോലെ ഇവിടെ എനിക്കൊന്നും ഇവൻ വിയറ്റ്നാമിൽ സർക്കിൾ കെ ഭയങ്കര പോപ്പുലർ ആണ്. അത്ര ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും ഒരു 24 hours കൺവീനിയൻസ് സ്റ്റോർ പോലെ തുറന്നിരിക്കുന്നതാണ്. പക്ഷേ ഇതൊക്കെ ചിലപ്പോൾ നേരത്തെ അടയ്ക്കും. 7-Eleven ഇല്ലാത്തൊരു വളരെ നെഗറ്റീവാണ് ബാലിയിൽ. എടുക്കുന്നത് ഇതുപോലത്തെ ഇവരുടെ ബ്രെഡ് സെക്ഷനിൽ കുറേ സംഭവങ്ങളാണ്. ഡോണട്ട്സ്, ബനാന കേക്ക്സ്, തീരാമസു. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങളും നല്ല ഹെൽത്തി ഡ്രിങ്ക്സും എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് സെറ്റ് ആക്കാം. ഇവരുടെ ഹെൽത്തി ബാർസൊക്കെ കുറേ കാണും കേട്ടോ. ഇതുപോലെ പ്രോട്ടീൻ ബാർസൊക്കെ അതൊക്കെ കുറേ ഉണ്ട്. കുറേ ഐറ്റംസ് ഉണ്ട്. പക്ഷെ എന്നാൽ ആ ഒരു 7-Eleven ഒരു വൈബ് കിട്ടുന്നില്ല. ആണ് ഇവിടുത്തെ ഒരു ഏറ്റവും ഫേമസ് ചോക്ലേറ്റ് എന്ന് പറയുന്നത് ബെങ് ബാങ്. സോ ഇതിൽ കാരമൽ, ചോക്ലേറ്റ്, നട്ട്സ്, വേഫേഴ്സ്. നിങ്ങൾ ഇവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഭയങ്കര ചീപ്പാണ്, ഹലാൽ ചോക്ലേറ്റ് ഒക്കെയാണ്. സോ അതും കൂടെ ഞാൻ എടുക്കുവാണ്. കറക്റ്റ് 12:50 വണ്ടി വന്നു. ഞങ്ങൾ അവിടെ ഹോട്ടലിൽ എത്തുമ്പോൾ എത്ര സമയം നോക്കിയോ? 32 kilometers ഉള്ളേ. ഇത് ബാലിയുടെ ഞാൻ പറഞ്ഞ പോലെ മെയിൻ ഇഷ്യൂ നമുക്ക് ഒരു സ്ഥലത്തേക്ക് എത്തുന്നത് തന്നെയാണ്. എല്ലാം ഇതുപോലെ നാരോ റോഡ്സാണ്. ഈ മെയിൻ സിറ്റി അല്ല, മെയിനായിട്ട് നമുക്ക് ടൂറിസ്റ്റ് ഏരിയയും അല്ലെങ്കിൽ പോണ്ട ഏരിയയും താമസിക്കേണ്ട ഏരിയ ഒക്കെ ഇതുപോലെ ചെറിയ റോഡ്സാണ്. സോ നിങ്ങൾ വീണ്ടും ഞാൻ പറയുകയാണ്, ഒരു സ്ഥലത്ത് നിന്ന് ഫുൾ ബാലി എക്സ്പ്ലോർ ചെയ്യാൻ നോക്കരുത്. എസ്പെഷ്യലി ഉബുദും സെമിനിയാക്കും അല്ലെങ്കിൽ കൂട്ട, ചാങ്കോ അങ്ങനെയാണെങ്കിൽ ഒരു ബേസ് ഉബുദും ആക്കുക, ഒരു ബേസ് കൂട്ടയോ സെമിനിയാക്കോ ചാങ്കോ അങ്ങനെ ഏതെങ്കിലും ഒരു സ്ഥലവും കൂടെ ആക്കുക. ഞങ്ങളിപ്പോഴും വണ്ടിയിലാണ്. ചെറിയൊരു ടിപ്പ് പറയാം. എത്ര മണിക്കാണ് തുടങ്ങി? ഞാനൊക്കെ മറന്നുപോയി. വ്ളോഗിൽ കാണുമല്ലോ. ഇപ്പോൾ അത് 2:20 എത്തിയിട്ടില്ല. 32 kilometer ഞങ്ങൾ എത്തിയിട്ടില്ല. ഇനിയും ഏകദേശം എനിക്കൊന്നൊരു 25-30 minutes ഇനിയും ഉണ്ട്. അങ്ങനെ അവസാനം എനിക്കൊന്നൊരു 4 minutes കൂടെ കാണിക്കുന്നത് കേട്ടാ. എത്ര 3 മണിക്കൂറിനടുത്ത് 30 kilometer പോകാനായിട്ട് ഗൈസ്. ആൻഡ് നമ്മുടെ സെമിനിയാക്കിന്റെ മെയിൻ ഏരിയയിൽ എത്തിയിട്ടുണ്ട്. എനിക്ക് ഇവിടെ കൂടെ ഒക്കെ നടന്ന ഓർമ്മയുണ്ട്. എന്തായാലും ബീച്ചിന്റെ അടുത്താണ് നമ്മുടെ റിസോർട്ട് വരുന്നത്. ആൻഡ് മേ ബി വൺ ഓഫ് ദ മോസ്റ്റ് ഹാപ്പനിങ് ഏരിയാസ് ഇൻ ബാലിയാണ്. സെമിനിയാക്ക് എന്നാണ് ഏരിയയുടെ പേര്. ഇതാണ് നമ്മുടെ റിസോർട്ട്, ഗ്രാൻഡ് മെർക്യൂർ. മെയിൻ ഏരിയയിൽ തന്നെയാണ്. ബീച്ച് ഫ്രണ്ട് അല്ല, പക്ഷെ ബീച്ചിന്റെ അടുത്ത് തന്നെ.
ഇറ്റ്സ് എ ഗുഡ് 5-star പ്രോപ്പർട്ടി. ആൻഡ് ഇത് ഞാൻ ബുക്ക് ചെയ്തത് എനിക്കൊന്നൊരു 2000 റുപ്പീസാണ് 3 nights. എങ്ങനെയാന്നൊക്കെ ഞാൻ വ്ളോഗിന്റെ അവസാനം പറയാവേ. 2000 rupees. 2000 റുപ്പീസ്. അത്യാവശ്യം പോപ്പുലർ റിസോർട്ടാണ്, നല്ല തിരക്കുണ്ട് ഇവിടെ. പ്രിയ അങ്ങനെ 3 മണിക്കൂർ ആലോചിച്ച് 32 കിലോമീറ്റേഴ്സേ ഉള്ളൂ. എനിക്ക് വെറുതെ ഇരുന്നിരുന്നു അതാ പറയാ, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിൽ സെപ്പറേറ്റ് ബുക്ക് ചെയ്ത് പോകും, സെപ്പറേറ്റ് ഹോട്ടൽസ് എടുക്കുക. സോ വെൽക്കം ടു ഗ്രാൻഡ് മെർക്യൂറി സെമിനിയാക്. നല്ല കാറ്റ്, പക്ഷെ ഭയങ്കര ഗ്രാൻഡ് ലോബി ഒന്നും അല്ല അല്ലേ, ഒരു ഓപ്പൺ 5 സ്റ്റാർ ഇത്. പക്ഷെ നൈസ് നോ, വലിയ ഗ്രാൻഡ് ഒന്നും അല്ല, പക്ഷെ എന്നാലും ഐ തിങ്ക് സോ ഇറ്റ്സ് ലൈക്ക് ഒരു ഓപ്പൺ കോൺസെപ്റ്റ് അവർ മൊത്തം ചെയ്തു വെച്ചിരിക്കുന്നത്. ഇവിടെ ബാലി വൈബ് ഉണ്ട്, ലൈവ് മ്യൂസിക് എനിക്കൊന്ന് വൈകുന്നേരം അവിടെ പ്ലേ ചെയ്യുമായിരിക്കും. ആൻഡ് ദെൻ യു ഹാവ് എ വെരി ബിഗ് ഓപ്പൺ സ്പേസ് ഓവർ ഹിയർ. അപ്പൊ ഞാൻ പോയി ആദ്യമേ ഒന്ന് ചെക്ക് ഇൻ ചെയ്യട്ടെ. ഞാൻ പറഞ്ഞാൽ എനിക്ക് ആ ഹൈ സീലിംഗ് ഇല്ലാത്തതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു ഭയങ്കര ഗ്രാൻഡ് ഫീലിംഗ് കിട്ടാത്ത. പക്ഷെ ഇത് ലോബി അങ്ങ് കിടക്കുക, കണ്ട അങ്ങ് എൻ്റെ വരെ ലോബി ഇങ്ങനെ കിടക്കുക. സോ ഒരുപാട് സ്പേസും സീറ്റിംഗ് ഒക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് നോക്കാം, വാ കഴിക്കാം. മണി 3 വേഗം കഴിച്ചിട്ട് പോവാം. ബീച്ചിലേക്കൊക്കെ പോകണ്ട, എന്നെ ഇങ്ങോട്ട് വന്നേ. ഒരു വൈബില്ലാതെ ഇരിക്കല്ലേ, എഴുന്നേക്ക്. ഫുഡ് കഴിക്കുമ്പോ ഉഷാറാവും, ഫുഡ് കഴിക്കുമ്പോ ഉഷാറായിക്കോളും. ഒന്ന് വാ വേദു, വാ കുടിച്ചോ, നല്ല ജ്യൂസ്. ഞാനും കുടിച്ചു. വാ, ഇതാണ് വൈബ്. പാലി വന്നിട്ടുള്ള വൈബ് കണ്ട. നോക്ക്, അമ്മ ഉറക്കം ഇരിക്കുന്നത്. വേദുവിന്റെ എനർജി നോക്ക്, അപ്പയുടെ എനർജി നോക്ക്, അമ്മേനെ നോക്ക്. ബെഡ് കിട്ടിയിരുന്നെങ്കിൽ അന്നാ പോയി കിടന്നോ, ഞങ്ങള് പോവാ ബീച്ചിലേക്ക്. നമുക്ക് റൂം ഭയങ്കര ഫുള്ളായി ഹോട്ടൽ എപ്പോഴും, അല്ലെങ്കിൽ നമുക്ക് നല്ല റൂമിലേക്ക് അപ്ഗ്രേഡ് കിട്ടിയാല്. ഇപ്പൊ ഉള്ളത് വെച്ച് ഓണം. വാ, എന്തായാലും നല്ലതായിരിക്കും, നല്ല റൂംസ് ആയിരിക്കും. വാ വേദു, ബ്രേക്ക്ഫാസ്റ്റ് 11 മണി വരെ ഉണ്ട്. അല്ല 10 മണി അല്ലെങ്കിൽ മാക്സിമം 10:30 എന്ന് പറഞ്ഞല്ലേ വൈകി എഴുന്നേറ്റ്. അതെ, അതേപോലെ അതും പറഞ്ഞ് വൈകി എഴുന്നേക്കാൻ നിൽക്കണ്ട. സോ ഇത് ആക്ച്വലി ഇവരുടെ റെസ്റ്റോറന്റ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പൂളിൽ എല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലാണ്. സോ ദിസ് ഇസ് ദ ബിഗ് ഹ്യൂജ് റെസ്റ്റോറന്റ് ഓവർ ഹിയർ. ഒരു പക്ക റിസോർട്ട്, ഓപ്പൺ സ്പേസ് റിസോർട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ക്വൈറ്റ് നൈസ്, നല്ല വൈബാണ്. ഇവരുടെ ഹൈലൈറ്റ് ഇവരുടെ ഹ്യൂജ് പൂൾസ് ആണ്. കംപ്ലീറ്റ് ഫോറിനർ ക്രൗഡ് ആണ് ഇവിടെ. ഇത് കണ്ട കംപ്ലീറ്റ് ഇതുപോലെ ലൗഞ്ച് ചെയ്യും. അതുപോലെ തന്നെ ഇത് ഫുൾ കിഡ്സ് പൂൾ, ഇത് കംപ്ലീറ്റ് കിഡ്സ് പൂൾ. അതിന്റെ അപ്പുറം ഉള്ളതൊക്കെ അഡൾട്ട്സ് പൂൾ. ആൻഡ് പൂളിന്റെ നടുക്ക് ഇതുപോലെ ഇരിക്കാനുള്ള സ്ഥലമുണ്ട്. നല്ല കിടിലൻ റിസോർട്ട്, വലിയ റിസോർട്ട്. സീറ്റിംഗ് ഏരിയ നോക്ക്, റെസ്റ്റോറന്റിൽ തന്നെ ഒരുപാട് സ്ഥലമുണ്ട്. ഭയങ്കര ഓപ്പൺ ഫീൽ അല്ലേ. ഇപ്പുറത്ത് വരുമോ? അയ്യടാ, എവിടെ വടി എവിടെ? അത് പെട്ടിക്കകത്തായി പൂർണ്ണ ചൊറിഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് വേദുവിന്. ലോബി പക്ഷെ നമ്മുടെ റൂം ലിഫ്റ്റിന്റെ അടുത്ത് തന്നെയാണ്. നമ്മുടെ റൂം 582 ആണ്. വെൽക്കം ടു ഗ്രാൻഡ് മെർക്യൂറി സെമിനിയാക്. അതെ, സോ നമുക്ക് 3 മണിക്കൂർ യാത്ര ചെയ്ത് നമ്മളിവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കപ്പോ ജൂനിയർ സ്യൂട്ടിലേക്കാണ് അവര് തന്നിരിക്കുന്നത്. പക്ഷെ ഹോട്ടൽ ആക്ച്വലി കുറച്ച് ഏജ്ഡ് ആണ്, ബട്ട് ഇറ്റ്സ് വെൽ മെയിൻറ്റെയിൻ. അതിനെക്കാട്ടി ബെറ്റർ സ്റ്റാഫ് ആണ്. അവര് ആദ്യം തന്നെ വെച്ചിരിക്കുന്ന സർപ്രൈസ് നോക്ക്, ഹാപ്പി ഉണ്ട്. അതിന് ആദ്യമായിട്ടാണ് വലിയ മിറർ ഇത്രയും പേഴ്സണലൈസ് ചെയ്ത് കിട്ടുന്നത്. ഹാപ്പി വെക്കേഷൻ വേദു, ഹാവ് എ പ്ലെസന്റ് സ്റ്റേ. ആൻഡ് വിത്ത് ലവ് ഇവരുടെ ഗസ്റ്റ് എക്സ്പീരിയൻസ് ടീമും അവെഞ്ചേഴ്സിന്റെ പോസ്റ്റേഴ്സും. അതെ, അത് ഭയങ്കര സ്പെഷ്യലായി. ഓക്കെ, ഇനി ബാത്റൂം കാണിച്ചിട്ട് അവിടെ കാണിച്ചു പോവാലോ. നല്ല വലിയതാണ്, കാരണം നല്ല വലിയ ഇവരുടെ ക്ലോസറ്റ് ഒക്കെ ഭയങ്കര വലുതാ. എന്താന്നറിയില്ല. ആൻഡ് ദെൻ ഷവർ, നല്ല വലിയ ഷവർ, നല്ല രസമുണ്ട്, എല്ലാം വലുതാ. ആൻഡ് ദെൻ ദ ഹൈലൈറ്റ്, ടബ് വിത്ത് എ വ്യൂ. അവൻ വിളിച്ചോണ്ടിരിക്കും. അതെ, അതൊക്കെ ചെയ്ത് കളയും. ആൻഡ് ദെൻ നല്ല സ്പേഷ്യസ് റൂമാണ്. ഇവിടെ ഇതുപോലെ നമുക്ക് ലഗേജ് റാക്ക് ഉണ്ട്. ആൻഡ് ദെൻ യു ഹാവ് എ ഹ്യൂജ് ബെഡ്. ഓബ്വിയസ്ലി അപ്പൊ പ്രിയ വിചാരിച്ച ഒരാളെയും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാം. 4 പേരെ കിടത്തണ്ടേ? ഓക്കെ, കംപ്ലീറ്റ് ഒരു ബാലനീസ് ട്രഡീഷൻ പോലെയാണ്. ഇവിടെ ആനയുടെ ഒരു ഡെക്കറേഷൻ ഉണ്ട്, പേഴ്സണലൈസ് വെൽക്കം നോട്ട് ഉണ്ട്. ഇതൊക്കെ എനിക്ക് ആനനെ പോലെ തോന്നി. പിന്നെ വേദുവിന് വേണ്ടി ഒരു എക്സ്ട്രാ ബെഡ് തന്നു.
ആൻഡ് ദെൻ ബ്യൂട്ടിഫുൾ ലാംപ് ഷെയ്ഡ്സും കോഫി മെഷീൻസും മതി. ഇതും അതുപോലെ തന്നെ അവെഞ്ചേഴ്സിന്റെ ഒരു വെൽക്കം നോട്ട് പോലെ വേദുവിന് സ്പെഷ്യൽ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. യു ഹാവ് യുവർ കോഫി മെഷീൻസ് ആൻഡ് എവറിത്തിങ്. ഇനി ഇങ്ങോട്ട് ബാൽക്കണി. ഇവിടുന്ന് തുറക്കാം. പക്ഷെ ഇത് ഇവിടെ പിന്നെ ഇതാണ് ജൂനിയർ സൂട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ലിവിംഗ് സ്പേസും കൂടെ വരുന്നത്. സോ ഇതാണ് ലിവിംഗ് സ്പേസ്. ആൻഡ് ദെൻ നമുക്ക് നമ്മുടെ ബാൽക്കണി ഉണ്ട്. വലിയ വ്യൂ ഇല്ലാന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ വ്യൂ നിർബന്ധമാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇറങ്ങുക, എന്നിട്ട് ഇങ്ങനെ ബാൽക്കണിയിലേക്ക് വരിക, എത്തി നോക്കുക, ഇതേ കടല് കാണാം. വ്യൂ നിർബന്ധമുള്ളവർക്ക് അത് നല്ല വ്യൂ ആയിരിക്കും. ആൻഡ് ദെൻ ഇത് നമ്മുടെ ഹോട്ടലിന്റെ പൂളും അവിടെ നിന്നുള്ള എല്ലാ പൂൾ വ്യൂവും അതുപോലെ ഫുൾ പ്രോപ്പർട്ടി കാണാം. ആൻഡ് സച്ച് എ ഹ്യൂജ് പ്രോപ്പർട്ടി, അവിടെ കടലും. സോ ഇതാണ് നമ്മുടെ ഹോട്ടൽ. നേരെ നമുക്ക് ബീച്ചിലേക്ക് തന്നെ പോവാം. ഓക്കെ, വേഗം പോവാം. Many selection for you. What kind of food do you like it? What food do you like it? പറയാലോ, എക്കാർ ഹോട്ടൽസ് ഒരു സ്റ്റാൻഡേർഡ്, അത് ഐബിസ് തൊട്ട് റാഫിൾസ് വരെ പോയാലും എല്ലായിടത്തും അല്ല ഏതെടുത്താലും ഒരു മിനിമം ആ ഒരു ക്ലെൻലിനെസ്സും സ്റ്റാൻഡേർഡും ക്ലാസ്സും ഒക്കെ ഇല്ലേ. നമ്മൾ എവിടെയാണ് ഐബിസ് ചെറുത് താമസിച്ചേ? ഹോങ്കോങ്. പക്ഷെ അല്ല, ഐബിസ് അത്രയും ചെറുതല്ല കേട്ടോ. കൊച്ചി മാംഗ്ലൂർ ഒക്കെ മച്ച് ബിഗർ. പക്ഷെ ഇറ്റ് വാസ് വെരി ക്ലീൻ. അതാണ് മെയിൻ തിങ്. പ്രിയ, നമ്മുടെ ഹോട്ടലിൽ നിന്ന് ജസ്റ്റ് വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്നെ കിഡിലൻ ജെലാറ്റോ ഐസ്ക്രീം പാർലർ. അതെ, ലോണ്ടറി ഉണ്ടല്ലോ, അത് വൈകുന്നേരം കൊടുക്കാം. അടുത്ത് തന്നെ എനിക്ക് നല്ല ഒരു കൂൾ സ്ട്രീറ്റ് ഉണ്ട് കേട്ടാ. ദാറ്റ്സ് സോ നൈസ്. എനിക്ക് ഈ വെളിയിലെ ഹോട്ടലിന്റെ അടുത്ത് തന്നെ ഇങ്ങനത്തെ ഒരു ഏരിയ ഉള്ളത് ഭയങ്കര ഒരു സന്തോഷം തന്നെ. രാത്രിയൊക്കെ വെറുതെ ഇറങ്ങി നടക്കാമല്ലോ. ഉണ്ട് ദേ സ്പാ. ഈ സ്ഥലം കംപ്ലീറ്റ് റെഡ് സൂപ്പർ മാർക്കറ്റാ, ബിൻടാങ് സൂപ്പർ മാർക്കറ്റ്. ഓ അടിപൊളി അല്ലേ, സ്ക്രീനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര സെമിനൊക്കെ അടിപൊളി സ്ഥലം കേട്ടാ. നമ്മൾ വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു സ്ഥലത്ത് ഞാൻ കൊണ്ടുപോകും, അത് മനസ്സിലാവും. ഇപ്പൊ ഞാൻ പ്രിയനുണ്ടല്ലോ ഒരു സ്ഥലത്ത് കൊണ്ടുപോകും. പ്രിയക്ക് സ്ഥലം ഒന്നും മനസ്സിലായിട്ടില്ല, പക്ഷെ ആ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞാൽ പ്രിയക്ക് എല്ലാം മനസ്സിലാവും. ഈ സ്ഥലം ഓർമ്മ വന്നോളും, പഴയ ഓർമ്മകൾ കൊണ്ടുവരാനായിട്ടുള്ളതാ. ഓർമ്മയുണ്ടോ ഈ സ്ഥലം? ഓർമ്മയില്ല? കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോൾ ഇവിടെ നിന്നാണ് ബാങ്കോക്കിൽ നമ്മുടെ ഷോപ്പിലേക്ക്, അത് എക്സിബിഷനിലേക്ക് നമ്മൾ ബാലി ഡ്രസ്സസ് കുറെ വാങ്ങിയത് ഈ മാർക്കറ്റിൽ നിന്ന്. ഈ മാർക്കറ്റ് അത് ഇവിടെയായിരുന്നു എൻട്രൻസ്. എനിക്ക് ഇതൊക്കെ ഇപ്പോഴും ഓർമ്മയുണ്ട്. പറയാ ഓർമ്മ കിട്ടുന്നില്ല. അവിടെ ഞാൻ പ്രോമിസ് ചെയ്തല്ലേ, അതാ പറഞ്ഞ പ്രോമിസ് ചെയ്താൽ ഞാൻ തപ്പിത്തരും. പ്രിയ എങ്ങനെയെങ്കിലും ആ കടയിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ഇവിടുന്ന് കഴിഞ്ഞ തവണ കൊണ്ടുവന്ന് ഭയങ്കര ഹിറ്റായിരുന്നു. ഇത്തവണ കൊണ്ടുവരാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, റേറ്റ്സ് ഒന്നും അറിയില്ല. പക്ഷെ പ്രിയ ഒന്ന് കൊണ്ടുവന്ന് കടയിൽ കൊണ്ടുവന്നില്ലേ. ഇതിൻ്റെ അകത്ത് പോയിട്ടുണ്ട്. വേദുവിന് ഒരു സാധനം വേണമെന്ന്, അതെവിടെയെങ്കിലും കിട്ടുമോ? എന്താ വേണ്ടേ? വൺ പീസിന്റെ ആക്ഷൻ ഫിഗറോ? ക്യാരക്ടർ പറയില്ല, സീക്രട്ടാ. ഫ്ലീ മാർക്കറ്റ് ആണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ പഴയ സാധനങ്ങളല്ല, നല്ല പുതിയ വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. സോ നമുക്ക് ഇതുപോലെ ജ്വല്ലറീസ് ഉണ്ട്, ഇതുപോലെ ക്ലോത്തിങ് തന്നെയാണ്. പല രീതിയിലുള്ള പല കളേഴ്സിലുള്ള ബാലനീസ് ടൈപ്പ് ക്ലോത്തിങ്ങിൻ്റെ കുറേ സംഭവമുണ്ട്. കഫ്താൻസ് ആണ് മെയിൻ. അപ്പോൾ കഫ്താൻ ലവേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഈ മാർക്കറ്റിൽ വരാവേ. ഇതുപോലെ ഷെയ്ഡ് ഉണ്ട്, നല്ല ക്ലീൻ ആണ്. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നല്ല ചൂടായിരിക്കും, പക്ഷെ എന്നാലും ബീച്ച് സൈഡ് ആയതുകൊണ്ട് അത്യാവശ്യം കാറ്റും ഉണ്ട്. നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ, നല്ല രസമുണ്ട് കണ്ടോ. ഡ്രസ്സസ് നല്ല കളേഴ്സാ. അതിൻ്റെ ഇടയ്ക്ക് സ്പൈഡർമാൻ്റെ ഡ്രസ്സ് കണ്ടു ചെയ്ത്. ഇതേ മാരിയോന്റെ ഡ്രസ്സൊക്കെ ഉണ്ടല്ലോ, വേണോ? ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഇവിടെ ആക്ഷൻ ഫിഗേഴ്സ് ഒന്നും കാണുന്നില്ലല്ലോ. ഈ ക്യാരക്ടർ നോക്കട്ടെ. ആ ക്യാരക്ടർ ഒന്നും അല്ല. മങ്കിയാണോ അത്? മങ്കി ഡി ലൂഫി. അപ്പൊ വാങ്ങിത്തരും കേട്ടോ ആ ക്യാരക്ടർ. നമ്മളൊരു കളക്റ്റബിൾ ഹൗസ് ആക്കും നമ്മുടെ വീട്ടിൽ. അതെ, നിങ്ങൾ കഫ്താൻസ് ഡ്രസ്സസ് കൂടുതൽ നോക്കാനും ഷോപ്പ് ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം വന്നാൽ മതി. അല്ലെങ്കിൽ സെമിനാക്കിന്റെ ബീച്ച് സൈഡിൽ വരുവാണെങ്കിൽ ജസ്റ്റ് വന്ന് ചില്ല് ചെയ്യാം. ഇതിന് വേണ്ടി ഇഫേർട്ട് എടുത്ത് ഇങ്ങോട്ട് വരണ്ട, കാരണം അത് മാത്രമുള്ള കളക്ഷൻസ് ഒന്നും ഇല്ല. പക്ഷെ വന്ന് ചില്ല് ചെയ്യാനും കുറച്ചൊന്ന് ഷോപ്പിംഗ് ഒക്കെ ചെറുതായി ചെയ്യാൻ ഉണ്ടെങ്കിൽ വന്ന് ഒന്ന് കറങ്ങാൻ നല്ല സ്ഥലമാണ്. ബാക്ക് ടു എത്രയാണ് 2000, ഒരു റോൾ ബാക്ക് 4 years. ആളും ഡ്രസ്സും
ആൾക്കാർക്ക് ചിലപ്പോൾ ഓർമ്മ കാണും നമ്മൾ ബാലിയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങിയത്. വാട്ട് എവർ യു ആർ ബൈയിങ് അത് വേണമെങ്കിൽ നമുക്ക് ഷോപ്പിലേക്ക് ഇവരോട് അയക്കാൻ പറ്റുമെന്ന് ചോദിക്കാം. മൈക്കില്ല? ഓ നോക്കട്ടെ. ഓക്കെ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഓ ഭയങ്കര രസമായിട്ടുണ്ട് കേട്ടോ. സ്ലീവും എവറിത്തിങ് നൈസ് ക്ലോതിങ്. ഹാഫ് സ്ലീവ് ഇത് നമ്മൾ എന്താ പറയുക, തായ്ലൻഡിൽ ചൈനയിലും കാണാത്ത രീതിയിലുള്ള ഡിസൈൻ ആണ്. ഫാബ്രിക്സ് ഒക്കെ എല്ലായിടത്തും നല്ലത് കിട്ടും, പക്ഷെ ഡിസൈൻ ഇതുപോലെ കണ്ടിട്ടില്ല. എനിക്കൊന്നും ഇത് ഇവർക്ക് വേണ്ടി ഇവരുടെ സ്റ്റൈലിൽ ചെയ്തെടുപ്പിക്കുന്നതാണ്. ഇവര് ഹോൾസെയിലേഴ്സ് ആണല്ലോ. ഐ തിങ്ക് ഇറ്റ്സ് വെരി നൈസ്. ഫോട്ടോ എടുക്കട്ടെ. തിരിഞ്ഞ ബാക്കാ നന്നായില്ലേ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഞാൻ പക്ഷെ പ്രിയ എല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. പ്രിയ എടുക്കുന്ന മാത്രം ഞങ്ങൾ ചിലപ്പോൾ ചിലപ്പോഴല്ല എന്തായാലും എടുക്കാം. ഇതും നല്ലതാ. കുറച്ച് സട്ടിൽ കളറാണ്, പക്ഷെ ഐ തിങ്ക് ഇറ്റ്സ് വെരി ക്ലാസി. പക്ഷെ എനിക്ക് വൈബ്രന്റ് കളേഴ്സേ പറ്റുള്ളൂ. ഞാൻ ഇടുന്ന കണ്ടിട്ടില്ലേ നിയോണൊക്കെ. ഇപ്പോ അത് ഞാൻ എന്താ കാര്യം എടുത്തില്ല, ഫിറ്റായില്ല. അതെന്താ കാര്യം എന്നറിയോ? രൺവീർ സിംഗ് ഇല്ലേ, ഫുൾ ഫാഷൻ വാർഡ്രോബ് മാറ്റി. നൗ ഇൽ വേർ ഉള്ളി ബ്രൈറ്റ് കളേഴ്സ് ഫുൾ നിർത്തി. ചെക്ക് ചെയ്തോ? അതിൽ പിന്നെ ഹിസ് ലൈഫ് ചേഞ്ച്ഡ്. ദുരന്തർ വരുന്നതിന് തൊട്ട് മുമ്പ് തൊട്ട് ഈ മെയ്ഡ് ഇറ്റ് മോണോക്രോം. സിംഗിൾ കളേഴ്സ് ഹീൽ വെയർ. ബ്ലാക്ക് പാൻസ്, ബ്ലാക്ക് ഷർട്ട്, വൈറ്റ് പാൻസ്. വൈറ്റ് ഇല്ല, കൂടുതൽ ബ്ലാക്കും ബ്രൗൺസും ആണ്. ഞാൻ അതുകൊണ്ട് ഞാനും കുറച്ച് ടോൺ ഡൗൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അതെ, ഞാൻ ടോൺ ഡൗൺ ചെയ്യാം. നന്നായിട്ടുണ്ട്. എടുത്തോ. ബാലി കളക്ഷൻസ് കമ്മിങ് ടു ഒരു ഹാപ്പി സ്റ്റോർ. എല്ലാം നല്ലതാ. ഇത് നല്ല രസം. അത്രയും നല്ല കളക്ഷൻസ് ഉണ്ട്. മാത്രമല്ല ഇതിന്റെ തന്നെ പല കളേഴ്സും ഉണ്ട്. അതെ അതെ. അപ്പൊ അത്രയും നല്ലത് ഏറ്റവും ബെസ്റ്റ് നോക്കാനും ഭയങ്കര പാടാ. എനിക്ക് തന്നെ പാടായിരുന്നു. നല്ല ഫ്ലെയറി ലൈറ്റ്, നല്ല മെറ്റീരിയൽ. ഇതിന്റെ നമുക്ക് ധൈര്യം എന്താണെന്ന് അറിയോ? സാധനമാണ്. നമ്മുടെ ധൈര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായാലും ഒരു 3 years ആയി നമ്മൾ വന്ന് എടുത്തു. ഇപ്പോഴും അത് അതുപോലെ ഇരിക്കുന്നു. സെക്കൻഡ്ലി ഷോപ്പ് ഇപ്പോഴും നടന്നുകൊണ്ട് പോകുന്നെങ്കിൽ അതിന്റെ ക്വാളിറ്റി ആണ്. സോ 100% നിങ്ങൾക്ക് ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരുവാണെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ട് വാങ്ങാം. കാരണം ഞങ്ങൾ ഉപയോഗിച്ച സാധനങ്ങളാണ്. ഉപയോഗിച്ച അല്ല വിൽക്കുന്നത്, പക്ഷെ ഉപയോഗിച്ച സാധനം കടയിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങുന്നത്. അതെ, നല്ലതാ. ഇതോ? നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങി. ഓക്കെ, വെരി നൈസ്. ഇത് അടിപൊളിയായിട്ടുണ്ട്. നല്ല കളറ്, ലൈറ്റ് സട്ടിൽ, ഒരു സമ്മർ ബ്രീസി കളർ. ബീച്ച് വെയർ എല്ലാത്തിനും ഇടാം. കോളേജ് വെയർ, ബീച്ച് വെയർ, ഹോളിഡേ വെയർ. അടിപൊളി അല്ലേ? ബാങ്കോക്കിൽ ഇതുവരെ കണ്ടില്ലല്ലോ ഇങ്ങനത്തെ. ഇതിന്റെ മെറ്റീരിയൽ ആണ് ഹൈലൈറ്റ്. വെരി നൈസ്. തിൻ ഫാബ്രിക്. കണ്ണും പൂട്ടിയെടുത്തോ. ഇത് നല്ലതാ, ഭയങ്കര രസമായിട്ടുണ്ട്. എന്താ എല്ലാത്തിന്റെയും ആ അറ്റത്തെ ആ സാധനത്തിന്റെ കളറും ഡ്രസ് അനുസരിച്ച് മാച്ച് ആയി പോകും അല്ലേ? മിക്കവാറും ഇന്നത്തെ ഫുൾ ഡേ ഇവിടെ പോകും. സൺസെറ്റ് കാണാൻ പറ്റുമോ? എടുത്തോ, ധൈര്യത്തോടെ എടുത്തോ. വേണ്ട, അല്ലേ ഈ ടൈപ്പ് പക്ഷെ ഡിഫറെന്റ് കളേഴ്സ് അല്ലേ? ഇതും നല്ലതാ. മതി എന്ന് പറഞ്ഞല്ലേ, കാണിക്കട്ടെ എവറിത്തിങ് സൈസ്. ഇത്രയും പെട്ടെന്ന് ഡ്രസ്സ് ഇടാനും പറ്റുമല്ലോ ഇത്. അതാണ്. അപ്പൊ എന്തായാലും ഇത് എടുത്തോ. ട്രിപ്പിനോമ്പോ ഇങ്ങനത്തെ ഒരു 10 എടുത്താൽ മതി. 10 ദിവസം മാറ്റി ഇടാൻ. ലൈറ്റ് വെയിറ്റ് ആണ്, ഇടാനും സമയമില്ല. അതെ, ഇങ്ങനത്തെ ഒരു 10 എടുക്കുക അടുത്ത നമ്മുടെ ചൈന ട്രിപ്പിന്. അതെ, നല്ല സെറ്റപ്പ് ആയിട്ടാ. ട്രാവലിംഗ് ബെസ്റ്റ് സാധനം. ഇതും നല്ലതാ. മതി പറയാ. എല്ലാം നല്ല, ഇനി കാണിക്കണ്ടാന്ന്. ഇതെല്ലാം നല്ല രസമുണ്ട്. പക്ഷെ എന്താ അറിയോ, പല കളേഴ്സ് ആണെങ്കിലും എല്ലാം വേറെ ഡ്രസ്സ് പോലെ ഇരിക്കുന്നത്. എന്താന്നറിയില്ല, പ്രിന്റ്സിന്റെ വ്യത്യാസമായിരിക്കും. കളർ മാത്രമല്ലല്ലോ, പ്രിന്റ്സും വ്യത്യാസം ഉണ്ടല്ലോ. അതുകൊണ്ട് ഒരെണ്ണത്തിന്റെ പല ടൈപ്പ് പോലെ അല്ല ഇരിക്കുന്നത്. ഉറപ്പായിട്ട് ഇത് ലാസ്റ്റ് ആണ് ഇട്ട് കാണിക്കുന്നത്. ഇനി ഞാൻ എടുക്കില്ല. ഇതിന്റെ സ്ലീവ് വേറെ ടൈപ്പ് ആയതുകൊണ്ട് മാത്രം ഞാൻ കാണിക്കുക. ഇത് നല്ലതാണ്. എന്തായാലും ഞാൻ ഇത്രയും ഫാസ്റ്റ് ആയിട്ട് പ്രിയ ഡ്രസ്സ് മാറി ഇതുവരെ കണ്ടിട്ടില്ല എന്റെ ലൈഫില്. 14 വർഷമായി. വാങ്ങിക്കാം പ്രിയ, എത്ര എണ്ണം വേണമെങ്കിലും വാങ്ങിക്കാം, എസ്പെഷ്യലി ട്രാവൽ ചെയ്യുമ്പോ. ഓക്കെ, സോ ദേ കളക്ഷൻസ് ഇഷ്ടം മാതിരി ഉണ്ട്. ഒരു ഹാപ്പി സ്റ്റോറിൽ ബാലി വരുന്നതായിരിക്കും. എക്സിബിഷൻ വരെ നിൽക്കില്ല.
അതിന് മുമ്പേ തീർന്നു. ട്രൈ ചെയ്യാം നിർത്താൻ. അതെ, നേരെ ബീച്ചിലേക്കാണ് വിടാൻ വന്നത്. ബൈക്ക് ടാക്സി ഉള്ളൂ, വേഗം കയറി വിട്ടോ, ഞാൻ പുറകെ വന്നേക്കാം. അതൊക്കെ വരും. ഓക്കെ, സീ യു. ബൈ ബൈ അഗൈൻ. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് ഇതുപോലെ ബൈക്ക് ടാക്സി തന്നെയാണ്. എസ്പെഷ്യലി നമ്മളൊരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കറങ്ങാനായിട്ട്. പ്രിയനെ വേദന വിട്ടു, ഞാനും പോവാണ്. അരമണിക്കൂറിൽ എത്തേണ്ടത് 6 മിനിറ്റിലെത്തും. ഇതുപോലെ കുടുകുടുകു വഴിയാണ് കാറ് വരെ പോകുന്ന ഇങ്ങനത്തെ റോഡിൽ കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരുപാട് ടൈം എടുക്കുന്നു കാർ ടാക്സി എടുത്താൽ. റെന്റ് സ്കൂട്ടറാണ് ഒരുപാട് പേര് ഓടിക്കുന്നത്. പക്ഷെ അത് കുറച്ച് കെയർഫുൾ ആവുക, കാരണം ആൾക്കാരൊക്കെ ഭയങ്കര റാഷായി. ഫോറിനേഴ്സ് ഒന്നും ഓടിക്കാൻ അറിയാത്തത് അവർ ഭയങ്കര റാഷാണ്. എന്നാലും ഹോപ്പ്ഫുള്ളി സൺസെറ്റ് നമുക്ക് സെമിനിയാക്കിലെ ബീച്ചിൽ കാണാൻ പറ്റും, സീറ്റ് കിട്ടിയാൽ. അങ്ങനെ നമ്മളിത് ബീച്ച് സൈഡിലെത്തി. സെമിനിയാക്ക് ബീച്ച് കറക്റ്റ് ടൈമിലെത്തിയാൽ ഇതിൽ കൂടെ പോയി. എന്ത് രസം നോക്ക്. റെസ്റ്റോറൻറ്റ് ഇവിടെ എവിടെയാണ്, അതൊന്നും പോയി തപ്പട്ടെ എവിടെയാണ്. നമ്മുടെ ഫേമസ് റെസ്റ്റോറൻറ്റ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ ഡിഫറെൻറ്റ് വൈബാണ് കിട്ടിയിരിക്കുന്നത് ഇപ്പം ബാലിയുടെ. ടോട്ടലി ഡിഫറെൻറ്റ് വൈബ്. ആൻഡ് ലുക്ക് അറ്റ് ദ കളർ. ഹലോ. ഫ്രണ്ടില് തന്നെ ഇവിടെ നമുക്ക് മിനിമം സ്പെൻഡ് ഉണ്ട്. ഒരാൾ ഒരു 1500 വെച്ച് ഫുഡ് കഴിക്കണം. അത് പിന്നെ പ്രിയ ഉള്ളതുകൊണ്ട് കഴിച്ചോണ്ടിരുന്നോളും ഇങ്ങനത്തെ സ്ഥലത്ത്. ഇനി എന്തിനാ സൺസെറ്റ് കാണാൻ കൂടാ? ഡ്രസ് എവിടെ? ഡ്രസ് ആ റൂമിലേക്ക് ഞാൻ കൊടുത്തയച്ചു. മറ്റേ പോർട്ടർ പോലെ എല്ലാം. ദില്ലുവാണ് ചാറ്റ് GPT. റെസ്റ്റോറന്റ് കണ്ടുപിടിക്കുക, സാധനം റൂമിലേക്ക് എത്തിക്കുക, കട കണ്ടുപിടിക്കുക. പ്രിയക്കോ കൊട എവിടെ? ചിൽ, റിലാക്സ്, എൻജോയ്. ഭയങ്കര ടൂറിസ്റ്റിയാണ്, ക്രൗഡഡ് ആണ്. പക്ഷേ ദിസ് ഇസ് മൈ ഫേവറേറ്റ് ബീച്ച് ഇൻ ബാലി ബിക്കോസ് നല്ല ഫുഡ് ജോയിൻസ് ഉണ്ട്, നല്ല കളർഫുൾ വൈബാണ്. സെമിനിയാക്കില് നല്ല ബീച്ചാണ്, കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഓടി കളിക്കാം. ആൻഡ് ദെൻ യു ഗോട്ട് സം അമേസിംഗ് പ്ലേസസ് ടു സിറ്റ്. ഐ ലവ് ദിസ് ബീച്ച് സെമിനിയാക്ക് എന്ന് പറയുന്നത്. പ്രിയാൻ്റെ ഇടയ്ക്ക് വേറെ എന്തോ പർച്ചേസ് തുടങ്ങിയിട്ടുണ്ട്, ഷോള്. വാട്ട് എ പ്ലേസ്, വാട്ട് എ വൈബ്. ഐ ലവ് ദിസ്, ജസ്റ്റ് ലവ് ദിസ്. ആൻഡ് നല്ല സൺസെറ്റും കിട്ടും കേട്ടോ. അതല്ല ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബീച്ചിൽ വരുമ്പോൾ. എന്തൊരു ഹാപ്പിനെസ്സാ. ഫ്രം മൗണ്ടൻസ് ടു ജംഗിൾസ് ടു വാട്ടർഫാൾസ് ടു ഷോപ്പിംഗ് ടു കഫേസ്, മസാജസ്, യോഗ റിട്രീറ്റ്, ബീച്ചസ്, സൂസ്, കിഡ്സ് എന്റർടൈൻമെന്റ് എല്ലാം കൂടെ ഉള്ള ഒരു ഐലൻഡ്. നോ അതർ പ്ലേസ് ബീച്ച് ബാലി, നോട്ട് ഫുക്കറ്റ്, നത്തിങ്. ഐലൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ് ഐലൻഡ് ഇൻ ദ വേൾഡ് ഇസ് ബാലി. ഇതിനാണ് ഈ ഡ്രസ്സ് വാങ്ങിയില്ല അല്ലേ? വാങ്ങിയോ? എന്ത് വെയിലടിക്കാതിരിക്കാനോ? നല്ല രസമുണ്ട്. എടാ പേഴ്സപ്പം മറന്നുപോയി. കാർഡ് മാത്രമേ ഉള്ളൂ. സത്യം, കാർഡ് വെച്ച ആള് കാർഡൊന്നും എടുക്കില്ല. ചോദിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ടാഗ് കളിക്കാം. നല്ല ചോക്കോ ലാട്ടയൊക്കെ വന്നു. അപ്പൊ പ്രിയ, ടു ബാലി, to the blessings we are receiving so that we can travel and to more travels and happiness. So once again, Vedu, happy holidays. Happy holidays Allah. Happy 6th May. Cheers. Cheers. Oh. Cheers. Cheers അടിച്ചാൽ കുടിക്കണം. സൂപ്പർ. ഭയങ്കര 17,000 റിവ്യൂസ് അല്ല പ്ലാന്റിന്. ബൈ. മിസ്സായി. ഓട് നോക്ക്, ടോയ് ഓടുന്ന പോലെ വൈൻഡ് ചെയ്ത് ഓടുന്ന ടോയ്. അന്യായ ടേസ്റ്റ് ആണ്. ഇത് കലമാറി, ഫ്രൈഡ് കലമാറി. ഇത് അതുപോലെ തന്നെ നല്ല കിഡിലൻ ചിക്കൻ ക്രോക്കറ്റ്സ്. ആൻഡ് പ്രിയയ്ക്ക് ഒരു നാച്ചോസിന്റെ ബൗള് വിത്ത് അവക്കാഡോ ക്രീം. അടിപൊളി. കലമാറി, കോഫി ആൻഡ് സൺസെറ്റ്. വാട്ട് എ വൈബ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ ഫുഡിന്, എന്തൊരു ടേസ്റ്റാണെന്നറിയോ? ഭയങ്കര ടേസ്റ്റ്. ഈ കലമാറി, ഇത് വേദുവിന്റെ സംഭവം ഉണ്ടല്ലോ, അകത്ത് ട്രഫിളാണ്, ട്രഫിൾ ക്രോക്കറ്റ്സ് ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ക്രോക്കറ്റ്സ് ഐ എവർ ഹാഡ്. എന്തൊരു ടേസ്റ്റാണെന്നറിയോ? ഒരു മഷ്റൂമി ആൻഡ് ചിക്കൻ മിക്സ് ആണ് വിത്ത് സം ഓണിയൻസ്. ഭയങ്കര ടേസ്റ്റ്. അതുപോലെ തന്നെ ഈ കലമാറിയും വെറുതെ ബ്രെഡഡ് ക്രംസ് പോലെയല്ല, ഇതിലും കുറേ ഈ ഹെർബ്സും കുറച്ച് സ്പൈസി
മിക്സസ് ഒക്കെ വന്നിട്ടുണ്ട്. അടിപൊളി. ഇവരുടെ നാച്ചോസ് ആണ്. നമ്മൾ മീറ്റും ബീഫാണ്, പുൾഡ് ബീഫാണ്. എക്സ്പെൻസീവ് ഒക്കെയാണ് കേട്ടോ. പക്ഷെ സ്ഥലത്തിൻ്റെ ഒക്കെ റേറ്റ് എല്ലാം കൂടെ നോക്കുമ്പോൾ ഇതിന് ഒരു 700-750 രൂപ വരും നാച്ചോ പ്ലേറ്റിന്. ബട്ട് ദെൻ നമുക്ക് ലൊക്കേഷനൊന്നും പറയാൻ പറ്റില്ലല്ലോ, നമുക്കത് ലൊക്കേഷൻ. പക്ഷെ ഫുഡിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി. അവർ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ക്വാളിറ്റി, അവക്കാഡോ ആണെങ്കിലും ചീസ് ആണെങ്കിലും അമേസിങ്. നല്ല സ്മോക്ക് ബാർബക്യൂ ബീഫ് ഉപയോഗിച്ചിരിക്കുന്നത്. രാത്രി നമ്മുടെ ബീച്ചിന്റെ സൈഡിലുള്ള വൈബ്. ഇത് ഫുൾ കളർഫുൾ ആയിട്ട് എല്ലാവരും ഇരിക്കുന്നു. ലൈവ് മ്യൂസിക്. ഇതാണ് റെസ്റ്റോറൻറ്റ് ലാ പ്ലാൻഷ എന്ന് പറയുന്നത്. 100% റെക്കമെൻഡഡ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കൂടെ നടക്കാനൊക്കെ സൗകര്യമുണ്ട്. അടിപൊളി. എന്ത് ക്ലീനാന്ന് നോക്കുക, അതൊരു വലിയ കാര്യമാണ്. ഈ ഏരിയ മൊത്തം ക്ലീനാണ്. ഈ റെസ്റ്റോറൻറ്റ് എന്ത് രസം നോക്ക്. ഭയങ്കര ബാലനീസ് ബ്യൂട്ടി പോലെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നു. ഇവിടെ ഇതുപോലെ ബെഞ്ചൊക്കെ ഉണ്ട് വെളിയിൽ ഇരിക്കാനായിട്ട്, ബീൻ ചെയർസ് ഒക്കെ. ബട്ട് ഇത് സോ ബാലിനോ, എന്തൊരു പക്ക ബാലി വൈബാണ് മൊത്തം ഏരിയ. ആൻഡ് ദ റെസ്റ്റോറൻറ്റ് ഓൾസോ. അടുത്ത ബ്യൂട്ടിഫുൾ സ്ഥലം. ഓരോ സ്ഥലവും ഭംഗിയായിട്ട് തന്നെ അവർ വെച്ചിരിക്കുന്നത്, മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സൺസെറ്റിനാണ് വരേണ്ടത്. കറക്റ്റ് ഒരു 5 ആകുമ്പോൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്കയായിരിക്കും. സ്കൈയുടെ കളർ നോക്കുക. ഞാൻ ഒരു എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. അടുത്ത സ്ഥലം, മൈ ഗോഡ്, ഇത് ശരിക്കും ഉണ്ടല്ലോ ഭാഗ്യമാണ്. നമ്മളൊക്കെ ഇതൊക്കെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യാനും എൻജോയ് ചെയ്യാനും ആസ്വദിക്കാനൊക്കെ ഉള്ള ഒരു അവസരവും സാമ്പത്തികവും ആരോഗ്യമൊക്കെ കിട്ടുന്നത്. എല്ലാ ദിവസവും ഞാൻ അത് ആലോചിക്കുന്നത്. ജസ്റ്റ് സോ താങ്ക്ഫുൾ. ഇമ്മൻസ് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇതൊക്കെ ശരിക്കും കാണാനും എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കോട്ടാ. കള്ളൊന്നും അല്ല. അതെങ്ങനെയുണ്ടോ നോക്ക്. അതെ, മിനിമം സ്പെൻഡ് തികഞ്ഞു. ഇനി പോവാം. 3000-4000 രൂപ കണ്ടായി. കുടിച്ചു നോക്ക്. ഹോട്ടലിലെ പൂളി ചാടാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല എനിക്ക്. 2 ദിവസം കൂടെ ഉള്ളൂ. അതേ നടക്കുള്ളൂ. കുടിക്ക്. ഇവിടുന്നേ നമ്മുടെ ഹോട്ടലിൽ നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. അടുത്താന്ന്, തൊട്ടടുത്താ. അതറിഞ്ഞില്ലേ? ഇതിന് എക്സാക്ട് ബാക്കിലായിട്ട് നമ്മുടെ ഹോട്ടൽ വരുന്നത്. ഇപ്പൊ വീണാനെ വാ. നല്ല രസമാണ് നടക്കാൻ. എന്ത് രസം. വീഡിയോ എടുത്തോണ്ട് നടന്നാൽ റൂമിലെത്തില്ല കേട്ടാ. പൂളിലേക്ക് 10-15 മിനിറ്റേ ഉള്ളൂ ഞങ്ങൾക്ക്. ലേറ്റ് ആയി ഇങ്ങോട്ട് വന്നപ്പോൾ. പക്ഷേ ഭാഗ്യത്തിന് വെള്ളം നല്ല വോമാണ്. കിഡ്സ് പൂള് ഭയങ്കര വലുത്. ഇത്രയും വലിയൊരു കിഡ്സ് പൂള് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടാ. ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ കിഡ്സ് പൂളാണ്. സോ കുറേ സ്ഥലമുണ്ട്. ഞാൻ മാറി മാറി പോവാ. എന്തായാലും വേഗം സ്വിം ചെയ്തോ, എന്നിട്ട് നമുക്ക് റൂമിൽ പോയി ടബിലിരിക്കാം. ബാക്കി നിങ്ങൾക്ക് 100% ബുക്ക് ചെയ്യാം. ബീച്ചിൽ നിർബന്ധം അല്ലെങ്കിൽ ഈ ഹോട്ടൽ സൂപ്പർ. എന്തായാലും നാളത്തെ ബ്രേക്ക്ഫാസ്റ്റും കൂടെ ഒന്ന് കാണിക്കാം. ഞങ്ങൾ റൂമിലേക്ക് എത്തി. ഇതുപോലെ അവർ എക്കോറിൻ്റെ ഹോട്ടൽസിൽ ഇതുപോലെ പ്ലാറ്റിനം മെമ്പർ ആണെങ്കിൽ അവർ എപ്പോഴും ഇതുപോലെ ഈവനിങ് സ്നാക്സ് ഒക്കെ ഡെയിലി അല്ലെങ്കിലും ഫസ്റ്റ് ടൈം ഇങ്ങനെ ഇത്രയും കൊണ്ടുവെക്കും. സോ ഇതിലൊരു ഡിസേർട്ട് ഉണ്ട്, ഒരു ചിക്കൻ പഫ്സ്, ഒരു ബാക്ലാവ പോലത്തെ. പിന്നെ ഇതെന്തോ പാഷൻ ഫ്രൂട്ടിൻ്റെ ഡിസേർട്ട് ഉണ്ട്. ഇതെന്തോ മാക്രോൺസ് അല്ല, അതുപോലത്തെ എന്തൊരു ബിസ്ക്കറ്റ് ഉണ്ട്. സോ ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണം. ആൻഡ് ദ റൂം, ഇറ്റ് ഈസ് ജസ്റ്റ് സോ ബ്യൂട്ടിഫുൾ. ഇതാണ് നമ്മുടെ റൂം. വേദു അവിടെ നിന്ന് കുളിക്കുന്നുണ്ട്. അടിപൊളി കേട്ടാ. സൂപ്പർ സെറ്റപ്പ്. നല്ല കിടിലൻ റൂം. അപ്പോൾ സ്വിമ്മിങ് ഒക്കെ കഴിഞ്ഞതേ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വന്നു. പക്ഷേ ഈ റെസ്റ്റോറൻറ്റ് എന്ന് പറയും ഈ ഹോട്ടൽ 5 സ്റ്റാർ ഒക്കെയാണ്, വലിയ പ്രോപ്പർട്ടിയാണ്. പക്ഷെ ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ. സാധാരണ ഒരു സ്പെഷ്യാലിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ടെങ്കിൽ ഫുഡ് അടിപൊളിയാവും. ഇതെന്ന് പറഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എന്ത് കഴിക്കുന്ന ഒറ്റ റെസ്റ്റോറൻറ്റാണ്. സോ ഒരു കോമൺ റെസ്റ്റോറൻറ്റ്, ഭയങ്കര മെനു ഒന്നുമില്ല. പിന്നെ എൻ്റെ അടുത്ത് കുറേ നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ടയർഡ് ആയതുകൊണ്ട് വെളിയിൽ പോകണ്ടെന്ന് വിചാരിച്ചാൽ. റെസ്റ്റോറൻറ്റ് കാര്യത്തിൽ കുറച്ചും കൂടെ അവർ നല്ല ഓപ്ഷൻസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എനിക്കൊന്ന് അടിപൊളി, കുറച്ചും കൂടെ നല്ലതായിരിക്കും. എന്തായാലും കുറച്ച് സാധനങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ AC ഇല്ല, ഒരു റിസോർട്ട് സ്റ്റൈൽ ആയതുകൊണ്ട് AC ഇല്ല. അതുകൊണ്ട് നല്ല ചൂടുണ്ട് രാത്രി. വേദുവിന് ഒരു ചെറിയ ഹാം ആൻഡ് ചീസ് ടോസ്റ്റഡ് സാൻഡ്വിച്ച് നല്ലതാണ്. നല്ലൊരു ചെറിയ ഹാം ആൻഡ് ചീസ് സാൻഡ്വിച്ചും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസുമാണ് വേദുവിൻ്റെ ഡിന്നർ. ഓക്കെ. ഞാൻ ഇവിടുത്തെ ഒരു നൂഡിൽസ് ആണ്, ഒരു സ്പെഷ്യൽ ഫ്ലാറ്റ് നൂഡിൽ വിത്ത് എഗ് ആൻഡ് എല്ലാത്തിനും കൂടി ഇതുപോലെ ഷ്രിം ക്രാക്കേഴ്സ് ഉണ്ട്. ഇവിടെ വന്ന് പിന്നെ ഇത് വിട്ട് പിടിച്ചിട്ടില്ല. നാസി ഗോറങ് എന്ന് പറഞ്ഞാൽ സാധാരണ ഫ്രൈഡ് റൈസ് ആണ്, പക്ഷെ ഒരു ഷ്രിം പേസ്റ്റ് കാണും. വലിയ ഒരു ഫിഷിൻ്റെ ചിപ്സും ഉണ്ട്, ചിക്കൻ ഡ്രം സ്റ്റിക്ക്, ഇതൊരു ഫ്രൈഡ് പ്രോൺ, മുട്ട, ചിക്കൻ സാറ്റെ. ഫുഡ് ആക്ച്വലി ഇവിടെ തന്നെ കഴിക്കണമെന്ന് വെച്ചാൽ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല, കാരണം എക്സ്പെൻസീവ് ആണ്. പിന്നെ നമ്മൾ ടയർഡ് ആയതുകൊണ്ടാണ് ഇവിടെ കഴിക്കുന്നത്. അടുത്ത് തന്നെ കുറേ നല്ല സ്ഥലങ്ങളുണ്ട് കഴിക്കാനായിട്ട്. ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ഫ്രഷ് ആയിട്ട് ഇവർ ഉണ്ടാക്കുന്ന
സോ ഇതിൽ ബീഫിൻ്റെ ചാട്ടി നല്ല ഫ്രൈഡ് ഷാലറ്റ്സ് ഉണ്ട്, ഫ്രൈഡ് ഗാർലിക് ആൻഡ് നല്ല സോയ സോസും വോക്കിലാണ് ഉണ്ടാക്കുന്നത് ചട്ടിയിൽ. അപ്പോൾ തീ നന്നായി, ഇവരുടെ ചട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര തിന്നാണ്, അത് നന്നായി ആ നൂഡിൽസിൽ ആ സ്മോക്കി ഫ്ലേവറും വരും. അതുകൊണ്ട് എപ്പോഴും വോക്ക് ഫ്രൈഡ് നൂഡിൽസ് വേറെ ലെവൽ ടേസ്റ്റാണ്. പ്രിയ അങ്ങനെ അതെ ഒരു മാംഗോ മിൽക്ക് ഷേക്ക്, ആ റൈസും കൂടെ കഴിഞ്ഞ് മാംഗോ മിൽക്ക് ഷേക്കും കൂടെ അടിച്ചിട്ടാണ് റൂമിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നത്. ഐ എം പ്രൗഡ് ഓഫ് യു പ്രിയ. എന്റെ കാലം കഴിഞ്ഞിട്ട് അടുത്ത ആൾ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് ഇപ്പൊ പ്രിയ ചെയ്യുന്നത്. ദില്ലു ചേട്ടൻ ഫുഡ് ബ്ലോഗ് ഒക്കെ നിർത്തി കുറച്ചുകൊണ്ട് വന്നോണ്ടിരിക്കുകയാണ്. പ്രിയ മോഹൻ ഏറ്റെടുക്കുന്നതായിരിക്കും. അതെ അതെ, അല്ല ഇപ്പൊ കഴിക്കുന്നത് മതി, ഞാൻ ക്യാമറ പിടിച്ചോളാം, അഭിപ്രായം പറഞ്ഞാൽ മതി, അത്രേ ഉണ്ട്. അപ്പൊ പ്രിയ മോഹൻ ദ ഫുഡ് ബ്ലോഗർ പോവാ റൂമില്. അവിടെ ഡിസേർട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിക്കില്ല, ചോക്ലേറ്റ് ഒന്നും ഇല്ല അതില്. പ്രിയക്ക് ഭയങ്കര ഇഷ്ടാവുക ചക്കയാണ്, പുട്ടും ഗസില്ല, പക്ഷെ മാംഗോ ആണ്, ചക്ക വെച്ചിട്ടുള്ള ഒരു പുഡിംഗ് പോലത്തെ. ആൻഡ് ഇതും കൂടെ ഉള്ളു, ഇതിന്റെ ചോക്ലേറ്റ് ഭാഗം മാത്രം ഞാൻ ട്രൈ ചെയ്യാം. എനിക്കിപ്പോൾ ചോക്ലേറ്റ് അല്ലാത്ത ഒന്നും കഴിക്കാൻ വലിയ മൈൻഡ് വരാറില്ല. എന്തോ ഒരു ബിസ്ക്കറ്റ് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല. സാധനം കൂടെ ഉണ്ട്, എന്തോ എനിക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയില്ല. ഒരു പാഷൻ ഫ്രൂട്ടിന് എന്തോ ഇതെന്തോ ചീസാണ്, പാഷൻ ഫ്രൂട്ട് അല്ല, ചീസും ബീഫും വലിയ ഗുണമില്ല. ബാ ഡിസേർട്ട് കഴിക്ക്. ഞാനൊന്നുമല്ല, എനിക്ക് വേണ്ട. പക്ഷെ ഒരു ഡിസേർട്ട് ഉണ്ട്, അത് എന്ത് ഫ്ലേവറാന്ന് ഗസ് ചെയ്ത് നോക്ക്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ്. നമ്മളെ ഏറ്റവും ഇഷ്ടമുള്ള സാധനം ചക്ക വെച്ചിട്ടുള്ള സ്പെഷ്യൽ പുഡിംഗ് പോലെ. കൊള്ളാം, ഭയങ്കര ടേസ്റ്റ്. ചക്ക വറുത്തതല്ല, ചക്കയുടെ എന്തോ ഡിസേർട്ട്. പക്ഷെ അമ്മയ്ക്ക് വേണ്ടാണ് കേട്ടാ. ഒന്നും പറയാനും വയ്യ, പറയാതിരിക്കാനും വയ്യ. അത് തന്നെ, അതുകൊണ്ടാണ് കഴിക്കുന്നത് കേട്ടാ. സോ ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. അടിപൊളി ഹോട്ടലാണ്. എല്ലാവരും നമ്മളെ പേഴ്സണലി വന്ന് ഗ്രീറ്റ് ചെയ്യും. ആൻഡ് രാവിലെ തന്നെ ഇവിടെ നോക്കിക്കാം, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പോവാണ്. ഇവിടെ രാവിലെ തന്നെ ഇതുപോലെ ലൈവ് മ്യൂസിക് ഒക്കെ ഉണ്ട്, ഇത് കേട്ടുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കുന്നത്. സോ ശരിക്കും ഒരു ട്രഡീഷണൽ ബാലനീസ് ഫീല് തന്നെയാണ്. രാവിലെ പൂളിൽ എന്തായാലും വലിയ തിരക്കില്ല, കുറച്ച് കുട്ടികളും കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെയാണ് വന്നിരിക്കുന്നത്. ആൻഡ് ഹോട്ടൽ റെസ്റ്റോറൻറ്റും അത്യാവശ്യം തിരക്കാണ്. 10 മണിയൊക്കെ ആയില്ലേ, എന്നിട്ടും ബ്രേക്ക്ഫാസ്റ്റിന് അത്യാവശ്യം തിരക്കുണ്ട്. എന്തായാലും നമുക്ക് എവിടെയെങ്കിലും സീറ്റ് കിട്ടുമെന്ന് നോക്കാം. വലിയ സ്പ്രെഡാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇവിടെ നടന്ന് കാണിക്കാൻ പറ്റില്ല, കഴിക്കുന്ന കാര്യങ്ങൾ മാത്രം കാണിക്കാം. കിഡ്സ് കോർണറിൽ തന്നെ ചോക്ലേറ്റ് കോയിൻസും സോസും, അതുപോലെ കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടി ഹൈറ്റ് കുറഞ്ഞ് വെച്ചിരിക്കുക. കുറച്ച് സോസേജും അതുപോലെ തന്നെ ഇത് കാർബണാറയൊക്കെ, അത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത്. കുട്ടികൾക്ക് എടുക്കാൻ വേണ്ടി ഹൈറ്റ് കുറഞ്ഞ സ്റ്റാൻഡിൽ വെച്ചിരിക്കുന്നു. ഞാൻ ഓടിച്ച് കാണിക്കാമേ. കുറേ ടൈപ്പ് ക്രോസോൺസും ബ്രെഡ്സും ബണ്ണൊക്കെ ഉണ്ട്. ഇത് ഈച്ച വരാതിരിക്കാൻ ഇങ്ങനെ കറക്കുവാണ്. പിന്നെ ഫ്രൂട്ട്സ്, ചോക്കോസ്, ഗ്രാനോല ബാർസ്, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട്. ബേർഡ്സിന് തന്നെ വെറൈറ്റി യോഗട്ട്, സ്ട്രോബെറി യോഗട്ട്, പ്ലെയിൻ യോഗട്ട്, വീഗൻ യോഗട്ട്, സോയ മിൽക്ക്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ചീസസ്, ഹാംസ്, സൂഷി, ചിക്കൻ സൂഷി വരെ ഉണ്ട് ബ്രേക്ക്ഫാസ്റ്റിന്. പൊട്ടാറ്റോ ഫ്രൈസ്, ബേക്കണ്, അത് ബീഫ് ബേക്കണും ഉണ്ട്, ബീഫ് സോസേജ് ഉണ്ട്, മഷ്റൂംസ്, ബീൻസ്, കീഷ്, ഗ്രിൽഡ് വെജിറ്റബിൾസ്, പിന്നെ ഇന്ത്യൻ ഉണ്ട് കേട്ടോ, പറാട്ട, അതുപോലെ തന്നെ ദാൽ കറി, പെനെ പാസ്ത. പിന്നെ ഇവിടെ ഫ്രഷ് ആയിട്ട് നമ്മൾ എന്തൊക്കെയോ പറഞ്ഞ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി തരും. സൂപ്സ്, സാലഡ്സ്, ഇതല്ല ജപ്പായി നൂഡിൽസ് ആണ്. ജാപ്പനീസ് ഫ്രൈഡ് റൈസ്, ഫിഷ്, ഫ്രൈഡ് ഫിഷ്, സൂപ്പ്. അങ്ങോട്ട് പിന്നെ ഉണ്ട് കേട്ടോ ഇവിടെ സ്റ്റീംഡ് റൈസ്. ഇതെന്തോ എനിക്കൊന്ന് ഇവരുടെ ചിക്കൻ സ്റ്റൂ പോലത്തെ എന്തോ സംഭവമാണ്. ആപ്പിൾ ജ്യൂസ്, വാട്ടർ, അതുപോലെ തന്നെ ഡീടോക്സ് വാട്ടർ. അതല്ലാതെ അവിടെ ഫ്രഷ് ജ്യൂസ് കൗണ്ടറും ഫ്രഷ് കോഫി കൗണ്ടറൊക്കെ ഉണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി തരും. പിന്നെ അവിടെയൊക്കെ എന്തൊക്കെയോ സ്പ്രെഡ്സ് ഉണ്ട്. അവിടെ ഇന്തോനേഷ്യൻ്റെ ലോക്കൽ ഫുഡ് കിട്ടുന്നുണ്ട്. എന്തായാലും അടിപൊളി, എല്ലാവർക്കും വേണ്ട എല്ലാം കിട്ടും. ഇവിടെ പോർക്കിൻ്റെ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് അവർ വെച്ചിരിക്കുന്നത്.
ഒരു ഒത്തൻറ്റിക് ബാലി ഡിഷ് ട്രൈ ചെയ്യാമെന്ന് വെച്ചാൽ. സോ ഇതിൽ അവർ നൂഡിൽസ് വെക്കും. ഇതാണ് ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഡിഷ്, ഇവരുടെ ട്രഡീഷണൽ ബ്രേക്ക്ഫാസ്റ്റ്. ഒരു സ്പെഷ്യൽ. പക്ഷേ ഇവരുടെ ഈ നൂഡിൽസ് എന്താണെന്നറിയോ, ഇവിടെ ഇന്തോനേഷ്യയുടെ ഒരു വ്യത്യാസം കമ്പയർഡ് ടു ബാങ്കോക്ക് ആൻഡ് മലേഷ്യ ആൻഡ് ചൈന, ഇവർ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് കുറേ ഉപയോഗിക്കും. അതിൽ ചിക്കൻ, പിന്നെ ഇതിടാം, ഓരോ കാര്യങ്ങൾ നമ്മൾ പിന്നെ ടോപ്പിങ്സ് ആഡ് ഇടാം. ഇതിടാം, ഫ്രൈഡ് ഓണിയൻസ്, സാമ്പാർ ലാസ്റ്റ് ഇടും. ആൻഡ് ഇതാണ് നാസി ജിങ്കോ. ഇത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആയതുകൊണ്ട് നമ്മുടെ മാഗിയുടെ ടേസ്റ്റ്. പക്ഷെ മാഗിയിൽ മറ്റേ മാഗി ഓൺ സ്റ്റെറോയിഡ്സ് ഒക്കെ പറയാം. മാഗിയിൽ കുറേ അടിപൊളി സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, അതിൻ്റെ ഒരു ടേസ്റ്റ്. വെറുതെ അല്ലേ ഇവിടുത്തെ ഉള്ളവർ ഇത് കഴിക്കുന്നത്. സോ ഞാൻ ഫൈനലി ഇതും കൂടെ കഴിക്കാതെ വെച്ചാൽ നാനും ഇവരുടെ ചിക്കൻ കറി. പക്ഷേ ഇത് നമ്മുടെ ഒരു തായ് ഗ്രീൻ കറിയുടെ ടേസ്റ്റാണ്. കോക്കനട്ട് മിൽക്കും ചില്ലിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു സംഭവം. എന്തായാലും ടച്ച് ഓഫ് ഇന്ത്യ ഇൻ ഇന്തോനേഷ്യ. ഹോട്ടൽ പക്ക ഫാമിലി ഹോട്ടൽ കേട്ടോ. നിങ്ങൾ കപ്പിൾസ് ആയിട്ട് വരുവാണെങ്കിൽ ഐ ഡോണ്ട് സജസ്റ്റ് ദിസ് ഹോട്ടൽ. കാരണം കംപ്ലീറ്റ് കിഡ്സ് ആണ്. ഇതൊക്കെ കിഡ്സ് പൂൾ ഏരിയ ഉണ്ട്. അതുപോലെ തന്നെ കിഡ്സിന് കളിക്കാനുള്ള കുറച്ച് സ്ലൈഡ്സും സംഭവങ്ങളൊക്കെ, ഒരുപാട് സ്വിമ്മിംഗ് പൂളുണ്ട്. ഇത് വെറും ആ മെയിൻ പൂളിൻ്റെ കൂടെ കിഡ്സ് പൂളും ഉണ്ട്. അതുപോലെ ഇതുപോലെ ചെറിയ പൂൾ ഏരിയ ഉണ്ട് വിത്ത് പ്ലേ ഏരിയ. ആ കൂടെ ഒരു നെഗറ്റിവിറ്റി എനിക്ക് പേഴ്സണലി തോന്നിയത്, ഒരു റെസ്റ്റോറൻറ്റേ ഉള്ളൂ ആൻഡ് ഫുഡ് ഇസ് നോട്ട് ഔട്ട്സ്റ്റാൻഡിങ്. സെക്കൻഡ്ലി ബീച്ച് വ്യൂ ഇല്ല. പക്ഷേ നല്ല ഒരുപാട് പൂൾസ് ഉണ്ട്, നല്ല സ്പേസ്ഡ് ഔട്ട് ആണ്, നല്ല ലൊക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല പ്രൈം ലൊക്കേഷനിൽ താമസിക്കണമെങ്കിലും അതുപോലെ തന്നെ ഇത് എനിക്ക് തോന്നുന്നു പെർ ഡേ ഞാൻ പറഞ്ഞില്ലല്ലോ എനിക്ക് എങ്ങനെ ഇത് വില പറഞ്ഞു കിട്ടിയെന്ന്. ഞാൻ പറഞ്ഞ പോലെ ഒരു കുറേ പറയുന്നുണ്ട്, പക്ഷേ ഷോർട്ടായിട്ട് പറയാം. പിന്നെ എപ്പോഴെങ്കിലും ഒരു ഡീറ്റെയിൽ വീഡിയോ ഉണ്ടാക്കാം. എനിക്ക് HSBCയുടെ ഒരു പ്രീമിയർ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞ കാർഡുണ്ട്. അതിൽ നമുക്ക് സ്പെൻഡ് ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് ഭയങ്കരമായിട്ട് കിട്ടും. എസ്പെഷ്യലി ട്രാവലിനൊക്കെ ചെയ്യുമ്പോൾ പോയിൻറ്റ്സ് ഒരുപാട് കിട്ടും. ആ പോയിൻറ്റ്സ് ഞാൻ എക്കോറിലെ മെമ്പറാണ്, ഞാൻ എക്കോറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ആൻഡ് ആ ഒരു എക്കോർ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2.2 ഇന്ത്യൻ റുപ്പീസാണ്. സോ എനിക്ക് ഒരു 10,000 അല്ലെങ്കിൽ ഒരു 15,000 എക്കോർ പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ ഈ ഹോട്ടലിൽ 3 ദിവസം താമസിക്കാം. കാരണം പേ ചെയ്യുന്നത് ഒരു ദിവസം അറൗണ്ട് 8,000 or 9,000 ആണ്. പക്ഷേ ഞാൻ എക്കോറിന് മെമ്പർ ആയതുകൊണ്ട്, അതും പ്ലാറ്റിനം മെമ്പർ ആയതുകൊണ്ട് എനിക്ക് അപ്ഗ്രേഡും കിട്ടും. സോ ഞാൻ HSBCന്ന് എക്കോറിലേക്ക് പോയിന്റ്സ് ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് എക്കോർ എന്ന് പറയുന്നതാണ് ഈ ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസ് ആണ്. ഈ ഹോട്ടൽ മെർക്യൂർ ആണ്. എക്കോറിന് കുറേ ഹോട്ടൽസ് ഉണ്ട്. ആൻഡ് പോയിന്റ്സ് റെഡീം ചെയ്ത് ടാക്സ് എമൗണ്ട് മാത്രം ഞാൻ കൊടുത്താൽ മതി. സോ ഹാർഡ്ലി ഒരു 2,000 റുപ്പീസിനാണ് ഞാൻ ഇവിടുത്തെ സ്യൂട്ട് റൂമിൽ 3 ദിവസം താമസിക്കുന്നത്. സോ എന്തായാലും ഹോട്ടൽ ഇസ് ഹൈലി റെക്കമെൻഡഡ്. ആൻഡ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു അക്കൗണ്ടിൻ്റെയും ക്രെഡിറ്റ് കാർഡിൻ്റെയും ഒക്കെ വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്തൊരു നല്ല വ്ളോഗായിട്ട് കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.